ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ മാസം 20-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നമ്മുടെ ഇൻ്റർവ്യൂകളെല്ലാം കിടക്കുവാണ്. നമുക്ക് വെയർഹൗസ്, ഓട്ടോമാറ്റിക് വെയർഹൗസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ആണ് ഈ വരുന്ന തീയതികളിലുണ്ടായിരിക്കും. നവംബർ മാസം 26, 27 തീയതികളിൽ കൊല്ലത്ത് വെച്ച് തന്നെ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇൻ്റർവ്യൂ നടക്കും. ഷോർട്ട് ലിസ്റ്റിൽ പാസ്സാകുന്നവരാണ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. നമ്മുടെ ഒക്ടോബർ മാസം 29-ാം തീയതി കൊച്ചിയിൽ വെച്ച് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടന്നു. അതുപോലെ ആയിരിക്കും ഈ ഷോർട്ട് ലിസ്റ്റിൽ തിരഞ്ഞെടുക്കുന്നവർ ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ഗൾഫ് എക്സ്പീരിയൻസ് വെച്ചവരൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി നാട്ടിൽ നിന്ന് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വലിയ കട്ടിയൊന്നുമല്ല. നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കയറാൻ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ 29-ാം തീയതി, ഒക്ടോബർ 24, 25, ഒക്ടോബർ 29 ഈ ദിവസങ്ങളിൽ നടന്ന ഇൻ്റർവ്യൂവിൽ ഫെയിലായവർ മാക്സിമം ഇത് കവർ ചെയ്യുക. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയാം. പുതിയ പിള്ളേരും അറ്റൻഡ് ചെയ്യുക, ശ്രമിക്കുക. ഇസ്രയേലിലെ വേക്കൻസികളെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രയേൽ വേക്കൻസികളെ കുറിച്ചാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇൻ്റർവ്യൂ പാസ്സാകുക. പിന്നെ ഇസ്രയേലിൽ പോകാൻ ഭയമുള്ളവരാരും പോകണ്ട. കാരണം എനിക്ക് വരുന്ന ഒരുപാട് കോളുകൾ അവിടെ യുദ്ധമല്ലേ എന്ന് ഞങ്ങളെ നാട്ടിൽ പറഞ്ഞു വിടും. അങ്ങനെയുള്ളവരാരും പോകണ്ട. പോകാൻ വില്ലിങ് ആയ പിള്ളേർ പോകട്ടെ. പോകാൻ പേടിയുള്ളവർക്ക് വേണ്ടി വേറെ രാജ്യങ്ങളുമായിട്ട് ഞാൻ വരാം. ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇസ്രയേലിൽ തന്നെ പോകട്ടെ. ഇസ്രയേലിൽ പോകാൻ പല എക്സ്ക്യൂസ് പറയുന്ന പലരെ എനിക്കറിയാം. ഓക്കെ, അവർ ആ വഴിക്കും പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഞാൻ വേക്കൻസികളെ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ വെയർഹൗസിന്റെ പ്രായപരിധി 25 വയസ്സ് മുതൽ 43 വയസ്സ് വരെയാണ്. ഗൾഫ് എക്സ്പീരിയൻസ് വെച്ചിരിക്കുന്നവരൊക്കെ അതൊന്ന് മാറ്റി എക്സ്പീരിയൻസ് നാട്ടിൽ ആക്കിയെടുക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നീട്. പിന്നെ GCC കൺട്രിയിൽ PCC ഉള്ളവർ നിങ്ങൾ ഗൾഫ് എക്സ്പീരിയൻസ് വെച്ചാൽ മതി. മനസ്സിലായല്ലോ? അല്ലാതെ അതുള്ളവർക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാം. അല്ലാതെ GCC കൺട്രി വർക്ക് ചെയ്തവരൊക്കെ നാട്ടിൽ എക്സ്പീരിയൻസ് വയ്ക്കുക. ഖത്തർ PCC കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായോ? ഖത്തറുകാർ ഇസ്രയേൽ എന്ന് കേൾക്കുമ്പം അവർ PCC തരാതിരിക്കില്ല. മാസങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. പോയെടുത്താൽ 10 ദിവസത്തെ വിസിറ്റിങ്ങിന് പോയി എടുത്താൽ PCC നിങ്ങൾക്ക് വേഗം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ അടുത്ത ആഴ്ച 26, ഈ നവംബർ 26, 27 കൊല്ലത്ത് വെച്ച് തന്നെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് പൂർണ്ണമായി കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഷോർട്ട് ലിസ്റ്റ് എന്താണെന്ന് മാക്സിമം നിങ്ങൾ ഇസ്രയേലിൽ വെയർഹൗസിൽ പാസ്സായാലും പാസ്സായില്ലേലും ഇൻ്റർവ്യൂകളെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് ഇൻ്റർവ്യൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഒക്ടോബർ മാസം 29-ാം തീയതി നമുക്ക് കൊച്ചിയിൽ വെച്ച് നടന്ന ഇൻ്റർവ്യൂ പോലെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നിസ്സാരമാണ്. നിങ്ങൾക്ക് അന്ന് വന്നവർക്ക് മനസ്സിലാവും. ഷോർട്ട് ലിസ്റ്റാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. മാക്സിമം ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം, സംസാരിക്കാൻ അറിയുന്നവരായിരിക്കണം. പിന്നെ ഇപ്പം നമുക്ക് നൈറ്റ് ക്ലാസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പം സൂമിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഇൻ്റർവ്യൂവിന് തയ്യാറാകുക. അപ്പം ചോദിക്കും, ഞങ്ങൾ പ്ലംബർമാരായിട്ടുള്ളവരുണ്ട്, JCB, ഫോർക്ക് ലിഫ്റ്റ്. പിന്നെ വേറൊരു കാര്യം, വെയർഹൗസിലേക്ക് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർക്ക് വെയർഹൗസിലേക്ക് അപേക്ഷിക്കാം. സാധ്യത കൂടുതലാണ്. പലരും ചോദിക്കാറുണ്ട്, പിന്നെ വെയർഹൗസിൽ ചുമ്മാ 50 കിലോ 40 കിലോ തോളിലെടുത്താണോ? അത് നമ്മുടെ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർക്കറിയാം. 20 കിലോ തൊട്ട് ഫോർക്ക് ലിഫ്റ്റ് ആണ് വെയിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ വെയർഹൗസിലേക്ക് പോകുന്നവർ ശ്രദ്ധയ്ക്ക് പിക്കർ ആൻഡ് പാക്കർ ആണ്, അല്ലെങ്കിൽ പാക്കിംഗ് സെക്ഷൻ ആണ്, സ്റ്റോർ കീപ്പർ ആണ്. ഞങ്ങൾക്ക് അതാണ് ജോലിയില്ല. എല്ലാ ജോലിയും ചെയ്യണം. അവിടെ ഹെൽപ്പേഴ്സ് ആരുമില്ല. എല്ലാവരും നിങ്ങൾ മുതലാളിമാർ തന്നെയാണ്. എല്ലാവരും ജോലി അറിയുന്ന മേശരിമാരാണ്, അല്ലെങ്കിൽ ഫോർമാൻമാരാണ്. നിങ്ങൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഫോർമാൻമാർക്ക് അവിടെ വേക്കൻസി ഉണ്ടോ? ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്ന വേക്കൻസികളെ കുറിച്ച് ശ്രദ്ധിക്കുക. അതിന് ബയോഡാറ്റ തരാൻ ശ്രമിക്കുക. നമുക്ക് അവിടുത്തെ വേക്കൻസി എന്താ വരുന്നതെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. വരുന്ന വേക്കൻസികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നവരായിരിക്കും. പിന്നെ ചിലർ ചോദിക്കും, ഇസ്രയേലിൽ ഭയങ്കര യുദ്ധമല്ലേ ചേച്ചി, എങ്ങനെ ഞങ്ങൾ പോകും? മരിക്കാൻ വേണ്ടി അവിടം വരെ പോണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേറെ അവസരങ്ങളെ നമുക്ക് കൊണ്ടുവരാം. പോകുന്നവർ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കട്ടെ. ഓക്കെ, അവിടെ ഇസ്രയേലിൽ പിന്നെ ടാക്സോ കാര്യങ്ങളോ ഒന്നും അവിടുത്തെ സാലറിക്ക് പൈസയ്ക്കില്ല. നിങ്ങൾക്ക് എത്ര രൂപയാണോ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടും. 1,60,000 രൂപയാണ് നിങ്ങളുടെ ഫിക്സഡ് സാലറി. പിന്നെ ഓവർ ടൈം ആണ്. 2 ലക്ഷത്തിന് മുകളിലാണ് നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് തന്നെ 2,10,000 രൂപയ്ക്കുള്ളിൽ കൈപ്പറ്റുന്നുണ്ട്. അപ്പം വെയർഹൗസുകാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നിങ്ങളുടെ സാലറികളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. ഒരു കട്ടിങ്ങും ഇല്ല. ഫുഡിന്റെ വെയർഹൗസ് ആണെങ്കിൽ ഫുഡ് കൂടെ കിട്ടും. ഫുഡിന്റെ അല്ലെങ്കിൽ
ഫുഡില്ല, അക്കോമഡേഷൻ ആണ്. 5 വർഷത്തെ വിസയാണ്. 1 ഇയർ ആണ് വിസ അടിക്കുന്നത്. 3 മാസത്തെ പ്രോസസ്സിംഗ് ടൈമാണ്. വിസ അടിച്ചു കഴിയുമ്പോൾ ഫുൾ പേയ്മെന്റ് ഓഫീസിൽ കൊടുക്കുക, ടിക്കറ്റ് വാങ്ങിക്കുക, സ്ഥലം വിടുക. ഓക്കെ, നമ്മുടെ ഇന്റർവ്യൂകൾ അടുത്ത ആഴ്ച 26-27 നവംബർ 26-27 നമുക്ക് ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കൊച്ചിയിൽ വെച്ചായിരിക്കും ക്ലയന്റ് ഇന്റർവ്യൂ. ഏകദേശ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയും ബയോഡാറ്റ വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 9605670725. ഓക്കെ, പിന്നെ അടുത്ത ഇന്റർവ്യൂ ഉള്ളവര് JCB-ക്കാര്, എക്സ്കവേറ്ററുകാര്, ഹിറ്റാച്ചി, പ്ലംബർ, CNC, സ്പ്രേ പെയിന്റിങ്, മിഗ് വെൽഡർ, ഇതെല്ലാം ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, വീണ്ടും കാണും വരെ ടാറ്റാ.